ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വടക്കൻ സ്റ്റോറി. ഇന്ന് ഞാൻ പുതിയൊരു സംഭവമായിട്ടാണ് വരുന്നത്. ആക്ച്വലി ഇതും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ വീഡിയോസിൽ എപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എൻ്റെ യൂട്യൂബ് ചാനലിൽ എപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല്, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ പോകുന്നു ലൈഫ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങൾ, പിന്നെ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഇട്ടേക്കുന്നത്. ഇതും എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണെന്ന് പറയാൻ കാരണം ഇന്ന് ഷൂട്ടുള്ളത് സുന്ദർ കിച്ചണിലാണ്. സുന്ദർ കിച്ചണിൽ ഇന്ന് ലഡ്ഡു മേക്കിംഗ് ആണ്. അപ്പോൾ സുന്ദരേട്ടനെ രാവിലെ വിളിച്ചു, ലഡ്ഡു ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണമെങ്കിൽ വന്നോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫുൾ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ലഡ്ഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബയോ. നമ്മൾ ലഡുവിൻ്റെ ആ ബോന്തി എന്നുള്ള സാധനമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അധികം വെള്ളമാവരുത്. നമ്മളിപ്പോൾ ഇതിൽ 1 കിലോ കടലമാവിന് 1 കിലോ വെള്ളം, അതാണ് കറക്റ്റ് അതിൻ്റെ പ്രൊപ്പോർഷൻ. ആയി കഴിഞ്ഞാൽ നമ്മളിതുപോലെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മാവിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. നമ്മൾ കണ്ടോ, ഈ ഒരു ഇതിലാണ് നമ്മൾ ബോന്തി അടിക്കുക. ഇതിന്റെ പാകം എങ്ങനെയാ? ഈ ബോന്തിയുടെ പാകം എന്താ? കളറ് ആ യെല്ലോ കളറ് പോവരുത്. ഇതാണ് ശരിക്ക് കളർ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ. ഓക്കെ, കളർ ചേർക്കാണ്ട് തന്നെ നമുക്കൊരു ലൈറ്റ് യെല്ലോ കിട്ടും. ഓക്കെ, നല്ല ഭംഗിയുള്ള ബോന്തി ആയതുകൊണ്ട് അതാ കടലമാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആകുമ്പോഴും, അതുപോലെ തന്നെ ഓയിലിൻ്റെ ചൂട് അത് കറക്റ്റ് ആകുമ്പോഴാണ്. ഓയിലിൻ്റെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ടുള്ള ബോന്തി കിട്ടില്ല. അതുപോലെ തന്നെ ഓയിലിൻ്റെ ചൂട് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഫെയ്ഡ് ആവും. അപ്പോൾ ഇതിലിപ്പോ പഞ്ചസാര ആഡ് ചെയ്തോ? ഇല്ല, ഇതിലിപ്പോൾ നമ്മൾ വെറുതെ കടലമാവ് ഇതുപോലെ മണികളാക്കിയിട്ട് വറുത്ത് മാറ്റി വയ്ക്കും. മാറ്റി വെച്ചതിന് ശേഷം പഞ്ചസാര വെള്ളമൊഴിച്ച് ഉരുക്കി, ജീര എന്ന് പറയും നമ്മളതിന്, ജീര അത് വെള്ളമൊഴിച്ച് ഉരുക്കി പാവാക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ പാവ് കറക്റ്റ് മൂപ്പിലാക്കിയതിന് ശേഷം ഈ പറയുന്ന ബോന്തി അതിലിട്ടിട്ട് പെരട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഇത് പഞ്ചസാരയിലിട്ടിട്ട് പെരട്ടി എടുക്കണം. എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പ് നമ്മളത് ഉരുട്ടിയെടുക്കും. ശരിക്കും കുറച്ച് നേരം ഇട്ടാൽ മതിയില്ല, അപ്പോഴേക്കും സെറ്റാവും. ഞാൻ ആദ്യമായിട്ടാട്ടോ ലഡ്ഡു മേക്കിംഗ് കാണുന്നത്. എന്തായാലും നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഈ ലഡു എടുത്തിട്ട് ഉരുട്ടി ഇങ്ങനെ തിന്നുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള പെയിൻ എന്താണെന്ന് കുട്ടിക്ക് വലിയ ധാരണയില്ലല്ലോ. മെയിനായിട്ട് ഈ ചൂടത്ത് ഇങ്ങനെ നിൽക്കണ്ടേ. അതെ 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 അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് മഴക്കാലത്ത് ഉണ്ടാക്കണത്. നോക്കട്ടെ, ഇനി മധുരമില്ല, പക്ഷെ സ്വാദുണ്ട്. ആ, ഇത് സ്വീറ്റ് ആക്കിയിട്ട് നമ്മൾ ലഡു ഉണ്ടാക്കണു. മുളക് പൊടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കാരാബൂന്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. കാരാബൂന്തിക്ക് നമ്മൾ കാരാബൂന്തി എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഇല്ലേ, ആ മിക്സ്ചറിന്റെ ആക്ച്വലി മിക്സ്ചറിന്റെ ഈ ഒരു റൗണ്ട് ചെറിയ സംഭവം ഇതാണ്. ഇത് തന്നെ. അത് മൂപ്പിൽ ലേശം കൂട്ടിയെടുക്കും. പിന്നെ അതുപോലെ വളരെ കുറച്ച് നമ്മളൊരു 10% ഒക്കെ അതിൽ അരിപ്പൊടി ചേർക്കും, അതിൻ്റെ ക്രിസ്പിനെസ് കൂടാൻ വേണ്ടിയിട്ട്. അരിപ്പൊടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡാകും, അത് കടിക്കാൻ കുറച്ച് മുറുക്കുള്ളതാവും. ഇതിപ്പോ 50 പേർക്കെന്നല്ലേ പറഞ്ഞേ? 50 എണ്ണം. ഓക്കെ, 50 എണ്ണം. ഇത് 50 എണ്ണമല്ല, ഇതിലൊരു 10-80 എണ്ണത്തിലും മീതി ഉണ്ടാവൂലേ? അപ്പൊ എനിക്ക് കിട്ടൂലോ. അതെ, ഈ 18 രൂപ വെച്ചിട്ട് തരുന്ന ആർക്കും നമ്മളത് കൊടുക്കും. സുന്ദരേട്ടൻ ഉണ്ടാക്കുന്ന ലഡ്ഡു ആക്ച്വൽ ലഡ്ഡുവിനൊക്കെ കുറച്ച് വലിപ്പം കൂടുതലല്ലേ? അതെ, എൻ്റെ പരിസരത്തൊക്കെ കുറച്ച് വലിപ്പം കൂടുതലുള്ള വസ്തുക്കളാണുള്ളത്. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? ഏയ്, നാരായണനെ ഉദ്ദേശിച്ചാൽ തീരെ തോന്നിയില്ല. ഒട്ടും അറിയില്ല. അപ്പോൾ ഈ ഒരെണ്ണത്തിന്
എത്ര രൂപ ചാർജ് ചെയ്യണേ? 18 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യണത്. 18 രൂപ. ഓക്കെ. ആ, വലിപ്പമുള്ളതുകൊണ്ട് പിന്നെ ഇപ്പൊ ശരിക്കും എത്രയാ ലഡുവിനൊക്കെ? 18 രൂപ. നല്ല കടലമാവില് വൃത്തിയായിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 18 രൂപ കറക്റ്റ് കോസ്റ്റ് വരും. അതെ. ഓക്കെ. ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും അളവ് പറഞ്ഞ് നമ്മളതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പം മനസ്സിലാവും. ഓക്കെ. ബേക്കറിക്കാരൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ലാഭം എടുത്തിട്ടാണ് വിൽക്കണത്. ഓക്കെ. കണ്ടിന്യൂസ് പ്രോസസ് ആവുക കാരണം 2 പ്രാവശ്യം ലഡു ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തായാലും 20 രൂപ കൊടുത്തിട്ട് ലഡു വാങ്ങിക്കും. ഇവിടെ ആക്ച്വലി ഇപ്പൊ പിള്ളേര് വരുമോ ഇത് ഉരുട്ടാൻ വരാൻ? ഇല്ല അല്ലേ? ഇതിപ്പോ ഇവിടെ അടുത്ത് ഒരു നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ താമസിക്കുന്നുണ്ട്. ആളുടെ വൈഫ് അഞ്ജു, പിന്നെ അഞ്ജുവിന്റെ അമ്മ ശൈലജ, പിന്നെ എൻ്റെ പുത്രൻ ധനഞ്ജയ്, പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് കോളശ്ശേരി സനൂപ്, ഇവരൊക്കെ കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ഉരുട്ടാൻ പോണത്. ക്വാണ്ടിറ്റി 4000-5000 ഒക്കെ ചിലപ്പോൾ അങ്ങനെ ഓർഡർ വരാറുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഇവിടുത്തെ സ്റ്റാഫ് കൂടുതലുണ്ടാവും. ഇപ്പൊ പൊതുവെ ഓഫ് സീസൺ ആവുക കാരണം സ്റ്റാഫ് എല്ലാവരും ഇങ്ങനെ ഒരു ഹോളിഡേ മൂഡിലാണ്. ഓണാകുമ്പോ കുറെ ഐറ്റംസ് ആയിട്ട് വരാട്ടോ. അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സദ്യ ഐറ്റംസ് ഒരുവിധം എല്ലാം കാണിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഓണത്തിന് മുമ്പുള്ള 10 ദിവസങ്ങളിൽ നമ്മൾ ഒരു ഏകദേശം ഒരു 50ഓളം കറികൾ ഉണ്ടാക്കാനുള്ള മെനു അല്ല എന്താ പറയുക റെസിപ്പികളുമായിട്ട് ഓണക്കാലം നമുക്ക് ഓണത്തിൻ്റെ അന്ന് നിന്റെ സബ്സ്ക്രൈബേഴ്സിന് മുഴുവൻ വീട്ടിലിരുന്ന് ഉണ്ടാക്കുകയോ അതെ തൃശ്ശൂർ ജില്ലയിൽ ഉള്ളവർക്ക് നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുകയും. അതെ, ഇവിടെ ഓണക്കിറ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഓയിലിന്റെ ചൂട് കുറഞ്ഞു. കുറഞ്ഞു. അതാണ് ഇങ്ങനെ ആദ്യത്തെ പോലെ ഉരുണ്ട് വരാത്തത്. ശരിയാണ്, ഇപ്പൊ കാര്യം മനസ്സിലായി. ഓക്കെ. ഓക്കെ. ഇപ്പൊ ശരിയാവും. ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഇനി അടുത്തത് ചൂടാവാൻ. ലേശം ചൂട് കൂട്ടിയിട്ട് അടുത്തത് അടിക്കുള്ളൂ. ഇപ്പൊ ഓയിലിന്റെ ചൂട് കുറയുമ്പോഴാണ് ഇങ്ങനെ ബോൾ പോലെ ആവാത്തത്, പരന്നു പോകുന്നത്. യെസ്. ഇതിൽ ഓഫ് സീസൺ ആയതുകൊണ്ടേ എനിക്ക് വീട്ടില് കുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. മറ്റത് രാവിലെ കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിച്ചണ നേരെ കാണുക. അപ്പൊ ഞാൻ അവിടെ നിന്ന് പാത്രവുമായി വരുന്നു. ചിലപ്പോൾ സുന്ദരേട്ടനെ കോൾ ചെയ്യും, ഇന്ന് എന്തൊക്കെയുള്ള അങ്ങനെ. എന്നിട്ട് പാത്രമൊക്കെ ആയിട്ട് ഞാൻ വരും. അതാണ് സ്ഥിരമായിട്ടുള്ള പരിപാടി. ഇപ്പൊ ഓഫ് സീസൺ ആയതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ശരിയാവണില്ല. രാവിലെ നേരത്തെ എണീക്കണം, ചോറ് വെക്കണം, കൂട്ടാൻ വെക്കണം, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പക്ഷെ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവട്ടെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അപ്പൊ കിട്ടും. ആക്ച്വലി പറഞ്ഞ എന്തൊരു ഭാഗ്യവതിയാണല്ലേ ഞാൻ. പക്ഷെ ഇത്രയും ഇതിന്ന് 80ഓളം ലഡു ഉണ്ടാവും എന്നുള്ള കണ്ടാ തോന്നില്ല. ഇവിടെ ഇത് ഇതാവുണ്ട് എന്നെടുക്കും പഞ്ചസാര. ഇതിപ്പോ നമ്മള് മറ്റേ ഇതിന്റെ ഷുഗർ കോട്ടിങ് നടത്താനുള്ള ജീര എന്ന് നമ്മൾ പറയും. പഞ്ചസാര പാവാക്കാണ് ചെയ്യണത്. ഇതിപ്പോ നമ്മൾ കത്തിച്ചിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെറുതെ വെച്ചേക്കണം. ഞാനിത് ഷൂട്ടിങ്ങിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം കഴിഞ്ഞതിന് ശേഷം മറ്റത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലെങ്കിൽ നമ്മളിത് പാരലായിട്ടാണ് ചെയ്യുക. മനസ്സിലായി. ഇനിയിപ്പോൾ ആദ്യത്തെ ബൂന്തിയുടെയും ഇപ്പോഴത്തെ ബൂന്തിയുടെയും വ്യത്യാസം ഇതിലിപ്പോൾ കാണാൻ പറ്റും. ശരിക്കും കാണാം. പരന്നു പോയി. ആദ്യത്തെ പരന്നു പോയില്ലേ, ഇത് വീണ്ടും ഉരുണ്ടില്ലേ. അതാ എണ്ണയുടെ ഹീറ്റാണ് അതിന്റെ കാരണം. കുറഞ്ഞു കഴിഞ്ഞാലേ ശരിക്കും നല്ല പോലെ കത്തിച്ച് വെക്കണം എന്നാണ് അതിന്റെ. അതോ ഹൈ ഫ്ലെയിമിൽ വേണം? ഹൈ ഫ്ലെയിമിൽ പറ്റില്ല. ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇതിൽ കരിഞ്ഞാൽ വളരെ മോശം സ്വാദ് ഫീൽ ചെയ്യും. യാതൊരു കാരണവശാലും ബേൺ ആവരുത്. ഓയിലും ബേൺ ആവരുത്, ബൂന്തിയും ബേൺ ആവരുത്. അതായത് ഓയില് സാധാരണ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോ ബ്ലാക്ക് കളർ ആവുമല്ലോ. ഇതിപ്പോ നല്ല കറക്റ്റ് ഓയിലിന്റെ കളർ തന്നെയാണ്.
ഓയിൽ ചൂടായിട്ട് ബ്ലാക്ക് കളറിലുള്ള മുകളിൽ ആവി എന്ന് പറയില്ലേ നമ്മൾ, അത് ബ്ലാക്ക് കളറിലാവരുത്. ബ്ലാക്ക് കളറായി കഴിഞ്ഞാൽ ഓയിൽ കത്തി എന്നാണ് അർത്ഥം, കരിഞ്ഞു. അത് ഉപയോഗിക്കാൻ പാടില്ല. പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ബേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിട്ടുള്ള ഓയിലുകളിൽ ഉണ്ടാക്കണം. ലഡു ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ബേണിംഗ് പോയിന്റ് കൂടിയിട്ടുള്ള ഓയിലുകൾക്ക് പൊതുവെ റേറ്റ് കൂടുതലാണ്. നെയ്യിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റാണ്, പക്ഷെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. നെയ്യ് പെട്ടെന്ന് വേണം. അപ്പോൾ നമ്മൾ 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് 27-ാം തീയതി പുറത്താണ് പരിപാടി, ഇവിടെ വെച്ചിട്ടല്ല. 6000 ലഡു ഉണ്ടാക്കാനുണ്ട്. 6000 ലഡു? അത് കുറച്ച് വലുപ്പം കൂടിയ ലഡുവാണ്. ഈ മറ്റേ നല്ല വലുതാണ്, ഈ തിരുപ്പതി എന്നൊക്കെ അത്രയും വലുതാ? അത് ഏറെക്കുറെ ഒരു 60 കിലോ കടലമാവ് കൊണ്ടാണ് നമ്മൾ. അപ്പൊ എത്ര പണിക്കാർ വേണ്ടി വരും ശരിക്കും? സ്റ്റാഫ് 10 പേരൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പൊ സുന്ദരേട്ടന് ഈ കണക്ക് ഇത്ര കിലോ ഇത്ര ഇതെന്ന് സുന്ദരേട്ടൻ പറയുന്നു, അതിനനുസരിച്ച് അവര് ചെയ്യാം, അങ്ങനെയല്ലേ? എല്ലാം നമ്മൾ ആദ്യം തന്നെ ബാച്ചാക്കി മാറ്റും. ഈ കടലമാവ് നമ്മളിപ്പോൾ 10 കിലോ 60 കിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു രീതി വെച്ചിട്ട് അധിക സമയം നമ്മൾ കടലമാവ് കലക്കി വെച്ച് കഴിഞ്ഞാൽ അത് പുളിച്ചു തുടങ്ങും. അപ്പോൾ അത് ലഡുവിൻ്റെ ടേസ്റ്റിന് ചെറിയ മാറ്റം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ 10 കിലോൻ്റെ പാക്കുകളായിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുക. 10 കിലോ കടലമാവ്, 30 കിലോ പഞ്ചസാര, അതിനുള്ള ഓയിൽ. 10 കിലോ കടലമാവിന് ഏറെക്കുറെ 10 കിലോ ഓയിൽ നമുക്ക് വേണ്ടി വരും. 12 കിലോ ഓയിൽ നമ്മൾ ഉപയോഗിക്കും അതിൽ, കുറച്ച് ഫാസ്റ്റായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അത് ഉരുട്ടി കഴിയുന്നതോടുകൂടി അടുത്ത ബാച്ച് നമ്മൾ മിക്സ് ചെയ്യുള്ളൂ. അത് ഓരോ തവണയും നമ്മളത് മാവ് കലക്കുമ്പോൾ പാത്രം മാറ്റും. അതേ പാത്രം തന്നെ കഴുകിയിട്ട് എടുക്കുള്ളൂ. കാരണം പഴയ ഇത് അതിലുണ്ട് വെച്ചാൽ അത് ചെറുതായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ കടലമാവ് ഫെർമെൻറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് അരച്ച് കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അത് ചെറുതായിട്ട് പുളിച്ചു തുടങ്ങും. വെള്ളത്തിൻ്റെ അംശം നല്ലോണം വെച്ചാൽ വളരെ പെട്ടെന്ന് പുളിക്കും. കടലമാവ് അങ്ങനെ പുളിക്കുന്ന ഒരു സംഭവം എനിക്ക് അറിയണ്ടായിരുന്നു. എല്ലാ പൊടികളും കലക്കി വെച്ച് കഴിഞ്ഞാൽ പുളിക്കും. മധുര പലഹാരങ്ങളിൽ ഒരുവിധം എല്ലാത്തിലും ഈ ഇപ്പം നമ്മൾ മൈസൂർ പാക്ക്, ബർഫികൾ, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഈ 3 ഇരട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കണക്ക് ഓക്കെയാണ്. 2.5 to 3, 2 ഇരട്ടി ഓർ 3 ഇരട്ടി. ഓക്കെ. പഞ്ചാര പായസത്തിന് 3 ഇരട്ടി, പാലടയ്ക്ക് 3 ഇരട്ടി, അങ്ങനൊരു സമ്പ്രദായമുണ്ട്. ഉണക്കലരി കൊണ്ട് നമ്മൾ പായസം വയ്ക്കുകയാണെന്ന് വെച്ചാൽ, ഉണക്കലരി വേവണമെങ്കിൽ 3 ഇരട്ടി വെള്ളം, അരിയുടെ 3 ഇരട്ടി വെള്ളം. ശർക്കര പായസം, ശർക്കര ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇടിച്ചു പിഴിഞ്ഞ പായസം, പരിപ്പ് പ്രഥമൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക, അടപ്രഥമനൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ 3 ഇരട്ടി, പരിപ്പിൻ്റെ 3 ഇരട്ടി ശർക്കര. ഓക്കെ 3 ഇരട്ടി. അപ്പം നമ്മൾ തെമ്പാല്, 2-ാം പാല്, 3-ാം പാല് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തെമ്പാല എത്രയാണോ കിട്ടണത് അതിൻ്റെ 3 ഇരട്ടി 3-ാം പാല്. അങ്ങനെ ഒരു 1-3 വന്നിട്ടുള്ളൊരു പ്രപ്പോർഷൻ കുക്കിങ്ങിൽ വളരെ വിശേഷമായിട്ടുള്ളൊരു കണക്കാണത്. കഴിഞ്ഞതോടുകൂടി മാവ് യെസ് വിട്ടോളൂ. ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി തുടങ്ങാം. ഓക്കെ. പഞ്ചസാര, ഉരുക്കൽ, ജീര മേക്കിങ്. അത് നമ്മളിപ്പോൾ ഉരുട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പഞ്ചസാര പാവിൻ്റെ മൂപ്പും ബോന്തിയില്ലേ, വെറുതെ ലൂസ് ബോന്തി ആയിട്ട് സ്വീറ്റ് ബോന്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, അതിനുള്ള മൂപ്പും 2ആണ്. സ്വീറ്റ് ബോന്തി ആണെങ്കിൽ കുറച്ച് മൂപ്പ് കൂട്ടി വയ്ക്കും. ലഡു ആകുമ്പോൾ കുറച്ച് മൂപ്പ് കുറച്ച് വയ്ക്കും. മൂപ്പ് കൂടുന്തോറും ലൈഫ് കൂടും. ലഡുവിൻ്റെ മൂപ്പ് കുറഞ്ഞാൽ ലൈഫ് കുറയും. ശരിക്ക് എങ്ങനെ ലഡു പുറത്തേക്ക് വെച്ചോളൂ.
ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പുറമെ എത്ര ദിവസം പുറമേ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഫ്രഷ്നെസ് പോവും, ഫെർമെന്റേഷൻ തുടങ്ങും. ഓക്കെ. പുറത്തേക്ക് 5 ദിവസം കഴിഞ്ഞാൽ അത് ഫെർമെന്റേറ്റ് ചെയ്ത് തുടങ്ങും. പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ക്ലൈമറ്റിൽ ഇപ്പോൾ മഴ ഈർപ്പം കൂടുതലാണല്ലോ അന്തരീക്ഷത്തിൽ. അതുകൊണ്ടാണ് നമ്മളിത് സ്റ്റോക്ക് വയ്ക്കാത്തത്. ഇന്നിപ്പോൾ ഒരു 50 എണ്ണത്തിന് ഓർഡർ വന്നപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കണത് അതുകൊണ്ടാണ്. കൂടുതൽ ഉണ്ടാക്കൂല. 50 എണ്ണത്തിന് ഓർഡർ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 75 എണ്ണ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും ഓർഡറുകൾ ഇങ്ങനെ പൊതുവെ സീസണിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു 100 എണ്ണം 150 എണ്ണമൊക്കെ എന്തായാലും എമർജൻസി പറഞ്ഞാലും സ്റ്റോക്ക് ഉണ്ടാവും. ഈ സമയത്ത് ഉണ്ടാവില്ല. ഇത് ഷോപ്പുകൾക്ക് തന്നെയാണോ അതോ എങ്ങനെയാ? അല്ല, ഇവന്റുകൾക്ക്, ഷോപ്പുകൾക്ക് ഡെലിവറി ഇല്ല. കാരണം ഷോപ്പുകളിൽ വിൽക്കാൻ പറ്റുന്ന സൈസിലല്ല നമ്മൾ കുറച്ചുകൂടി, പിന്നെ കുറച്ചുകൂടി ക്വാളിറ്റി ആണ് നമ്മൾ നോക്കണത്, റേറ്റ് അല്ല നോക്കണത്. അപ്പോൾ ഷോപ്പുകളിലേക്കില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളർ ചേഞ്ച് ആണ് അതിൻ്റെ ആയിട്ടില്ല. ഓക്കെ. അത് നല്ല തിക്കായിട്ട് വീണട്ടെ ലാസ്റ്റ് ഡ്രോപ്പ് വീഴുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു നാര് പോലെ ഇങ്ങനെ വരും. ഓക്കെ. കാണിച്ചു തരാൻ പറ്റുമോ? ആ കണ്ടീഷനിൽ അത് ഓഫ് ചെയ്യാം. പാവണേ ഡ്രോപ്പ് ആയിട്ട് വീഴണം കണ്ടോ? നീണ്ടു വരണില്ല അത്, ഡ്രോപ്പേ. മനസ്സിലായി. ഒരു 2 മിനിറ്റിനുള്ളിലാവും അത്. ഫെർമെന്റേഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു പ്രിസർവേറ്റീവ് എന്ന് പറയാൻ വേണം വെച്ചിട്ടുണ്ടെങ്കിൽ. അധികം ആവരുത്. അപ്പൊ അതിന്റെ സ്മെല്ല് ചെറിയൊരു സ്മെല്ലുണ്ടാവും. അതായത് പണ്ട് ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ഇതിൽ ചേർക്കാറുണ്ട്. അത് ചേർക്കുമ്പോൾ പൊതുവെ ഗ്രാമ്പു ചേർത്ത് കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ്റെ ഇത് കൂടും. ഫെർമെന്റേഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്, പുളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പച്ചക്കർപ്പൂരം ആഡ് ചെയ്ത് തുടങ്ങിയത്. പിന്നീട് ആൾക്കാർ ഗ്രാമ്പും ഏലക്കായൻ വേണ്ട എന്നുള്ള അഭിപ്രായം പറഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മളത് ചേർക്കൽ നിർത്തി. പക്ഷെ പച്ചക്കർപ്പൂരത്തിൻ്റെ സ്വാദ് ആൾക്കാർക്ക് ഒരു ഇഷ്ടമാണ്, അത് വളരെ ലൈറ്റായിട്ട്. അപ്പോൾ പച്ചക്കർപ്പൂരം നമ്മൾ ചേർക്കും. അത് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നല്ല പച്ചക്കർപ്പൂരം വാങ്ങിക്കണം. ഞാൻ ഇവിടെ സിദ്ധവൈദ്യാശ്രമം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കാറ്. നല്ല സാധനമാണ്. കണ്ടോ, ഏറെക്കുറെ സെറ്റായി തുടങ്ങി. ലാസ്റ്റ് ഡ്രോപ്പ് വീഴുമ്പോൾ അതിങ്ങനെ പറക്കണത് കാണാം. സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അറിയത്തുള്ളൂ. സുന്ദരമായിട്ട് എത്ര വർഷമായി ഇപ്പോൾ ഈ ദഹന പരിപാടി തുടങ്ങിയിട്ട്? 30 കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ടാവും. ആണല്ലേ? ഒരു സ്വതന്ത്ര പാചകക്കാരൻ എന്നുള്ള രീതിയിൽ 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ അവകാശപ്പെടാം. അതല്ലെങ്കിൽ അല്ലാണ്ട് പോവാറുണ്ടോ? സ്റ്റാർട്ടിങ്ങിലൊക്കെ പോയിണ്ടാവും അല്ലേ? അങ്ങനെ പഠിച്ച് എടുത്തതാണോ? 18-ാമത്തെ വയസ്സിലൊക്കെ ഞാൻ തൃശ്ശൂർ ഒരുവിധം എല്ലാ കല്യാണ മണ്ഡപങ്ങളിലും പണിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടൽ പണിക്ക് നിന്നിട്ടുണ്ട്. ആണോ? ഈ
ആ തിരിച്ച് ഇതാവണതാണോ, തിരിച്ച് കയറണ പോലെ feel. കാണാണ്ടോ നോക്ക്. ആ വലിച്ചിൽ വരണുണ്ടോ മുകളിലേക്ക്? കണ്ടു കണ്ടു. ഓക്കെ, അപ്പൊ അത് ആ ബോണ്ടിങ് കറക്റ്റ് ആവും ഇനി. ഓക്കെ ഓക്കെ ഓക്കെ, ഇനിയുള്ള ഈ ബോന്തിയുടെ മണികളെയൊക്കെ ആ സാധനം പിടിച്ചു നിർത്തും. കണ്ടോ തിരിച്ചു പോരണുണ്ടോ? തിരിച്ച് കയറി. ഇങ്ങനെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ അതിന്റെ പകുതിയൊക്കെയാണ് ഇടണത്. നമ്മുടെ സാധാരണ കർപ്പൂരം അല്ല അത്, പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹെർബൽസിന്ന് എക്സ്ട്രാക്ട് ചെയ്യണതാ. കുറേ സാധനങ്ങളിൽ മിന്റാണത്. ഇവിടെ കൂടുതലായിട്ടും കർപ്പൂര, തുളസി, പുതിന, പനിക്കൂർക്ക അല്ലേ, അതിൽ നിന്നൊക്കെയാണ് ശരിക്കും എക്സ്ട്രാക്ട് ചെയ്യണത്. നല്ല നല്ല സ്മെല്ല്. ഇനി നമ്മൾ മുന്തിരിയാണ് ഇതിലിടുക. ഓക്കെ, മുന്തിരി ഈ സമയത്ത് ഇടും അല്ലേ ഇതിലേക്ക്? അത് നല്ല കുരുവില്ലാത്ത നല്ല മുന്തിരി നോക്കിയിടുക. ഓക്കെ, അപ്പോൾ കടിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യില്ല. പരിചയമുള്ള നല്ല കടകളിൽ നിന്ന് പരിചയമുള്ള ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. ഇതിപ്പോ ഏകദേശം വീർത്ത് വരില്ല, പഞ്ചസാര ഓയിലില് വീണാലേ വരുള്ളൂ. ശർക്കര നല്ലോണം മൂത്തതിന് ശേഷം അതിലിട്ടാലൊക്കെ വീർത്ത് വരുള്ളൂ. സ്മെല്ല്, പച്ചക്കർപ്പൂരത്തിന്റെ സ്മെല്ല് കിട്ടിയില്ലേ? കിട്ടി. അതും നല്ല സ്മെല്ല്, സൂപ്പർ സ്മെല്ല്. നമ്മളിതിൽ ബൂന്തി ഇതിലിടും. ഓക്കെ, ഇനി ഇത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. കഴിഞ്ഞാലേ നമുക്കിതൊരു ലേശം അങ്ങനെ ഇത്രയും വെള്ളം ഉണ്ടല്ലോ, ഇത് പറ്റുമോ എന്നൊക്കെ സംശയം തോന്നില്ലേ നിനക്ക്? എനിക്ക് ശരിക്കും തോന്നില്ലേ? അതൊരു 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അത് നിനക്ക് മനസ്സിലാവും, അത് അതിൽ സെറ്റാവും. അപ്പൊ ആ ബോന്തിയിലേക്ക് ഇതിൽ വെള്ളം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് അതിന്റെ റെസ്റ്റിംഗ് ടൈം. ഇത് ലഡു ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ലഡു, പാച്ചുവിന് ലഡു ഇഷ്ടാണോ? വേണോ? സ്വാദ് നോക്കണോ? ചൂടുണ്ടാവും? ഒരു തരി തരുമോ? ഇഷ്ടായോ? സൂപ്പറാണോ? അടിപൊളിയാണോ? അടിപൊളിയാണ്. സുന്ദരി അടിപൊളിയാന്ന് പറയൂ. ഇതിപ്പോ നമ്മള് ആദ്യം കണ്ടതിനേക്കാൾ വ്യത്യാസമായില്ലോ. ഇതിന്റെ ഒരു ടെക്സ്റ്റോ എന്താ വെച്ചാൽ അത് ശരിയായില്ലേ? ഇനി നമുക്ക് ഉരുട്ടാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ ഉപയോഗിച്ചത് കടലമാവിന്റെ 3 ഇരട്ടി പഞ്ചസാര. 1 കിലോ കടലമാവിന് 3 കിലോ പഞ്ചസാരയാണ് നമ്മൾ ഉപയോഗിച്ചത്. 2 കിലോ പഞ്ചസാരയാണ് നമ്മൾ ജീരയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. 1 കിലോ പഞ്ചസാര നമ്മൾ ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചു വെച്ചു. അതിനുശേഷം അതും കൂടി ഇതിലിടും. ഓക്കെ, ഇട്ടിട്ട് ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യണത് ആക്ച്വലി എന്തിനാ? ഇങ്ങനെ പൊടി ഫിനിഷിങ് ഉണ്ടാവും ലഡുവിന്. അതായത്
ഈ ബോന്തി മണികളുടെ ഇടയിലുള്ള ആ സ്പേസ് ഉണ്ടല്ലോ അത് ഈ പൊടി കൊണ്ട് ഫില്ലാവും. ഓക്കെ അപ്പോൾ അത് ഒരു 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 തരി ഫീൽ ഉണ്ടാവും, ഓക്കെ കാണാൻ ഭംഗിയുണ്ടാവും, പിന്നെ പെട്ടെന്ന് പൊട്ടില്ല. അതാ ഉരുട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അതായത് ആ ചൂട് നല്ലോണം മാറുന്നതിന് മുമ്പ് നമ്മളത് ഇടണം. ഓക്കെ ഓക്കെ എന്നാലേ നമുക്കത് അത് കിട്ടുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കളറും വല്ലാണ്ട് നേരം വൈകിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെളുത്ത പൊടിയുമിലേക്ക് കളർ കറക്റ്റായിട്ട് പിടിക്കില്ല. അപ്പോൾ ഒരു പാച്ച് പോലെയാണ് നിൽക്കുന്നത്, ഒരു വെള്ള കളർ പോലെ നിൽക്കും, അതുണ്ടാവരുത്. കറക്റ്റ് പാകമായി ഇത്. ഓക്കെ ചൂട് അത്രയ്ക്കൊന്നുമില്ല. 6000 ലഡു ഉരുട്ടാനുള്ള ഒരു സ്റ്റാഫാണ്. എത്ര വലുത് വേണം? എനിക്കറിയാം, ഇത് മതിയോ? മതി, ഇത്തിരി വലുതായാൽ കുഴപ്പമില്ല. ബൈ വെയിറ്റ് ആണല്ലോ നിനക്കൊക്കെ, നീയൊക്കെ എനിക്ക് കാശ് തരാം. സുന്ദരേട്ട ആക്കണ പോലെ എനിക്ക് ആക്കാൻ പറ്റും. ഇതിന് ഇരുന്നിട്ട് പിന്നെ ഉറക്കില്ലേ? ഓക്കെ ഇതൊക്കെയാണോ? പിന്നെ ഞാൻ ഇത് നല്ല ഭംഗിയുണ്ട്, കണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് ഞാൻ ഉരുട്ടാൻ വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചതാണോ? അല്ല 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 നിനക്ക് അതിലൊരു ഒരു സ്കില്ലുണ്ട് ഉരുട്ടാൻ. ചെറുപ്പത്തിലെ തന്നെ ഉരുട്ടി വിഴുങ്ങിയിട്ടേ അതൊരു ആക്ച്വലി ഒരു എൻഡിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എന്താണെന്നറിയില്ല, അത് മിസ്സായിപ്പോയി. അപ്പോൾ പാച്ചുവിന് ലഡ്ഡു ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കുമായിരുന്നു. നല്ല അടിപൊളി ലഡ്ഡു ആയിരുന്നു. കുറച്ച് നേരം കൂടി അതെല്ലാം ഉരുട്ടി വെച്ചിട്ട് റെസ്റ്റിംഗ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ മതി, നല്ല സെറ്റാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സദ്യ ഐറ്റംസ് ആണേ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.